ജോസച്ചായന് വെട്രി ബോക്സ് ഓഫീസ് താണ്ഡവം. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ജോസച്ചായന് വെട്രി ബോക്സ് ഓഫീസ് സംഹാര താണ്ഡവം. ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാക്കി ജോസച്ചായൻ. അങ്ങനെ ജോസച്ചായൻ തന്റെ വെട്രിക്കൊടി നീട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്, അങ്ങ് ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ്. ബോക്സ് ഓഫീസിൽ വലിയ വെന്നിക്കൊടി തന്നെ മാറിച്ചുകൊണ്ട് മമ്മൂക്കയുടെ ജോസച്ചായൻ, ടർബോ ജോസച്ചായൻ കിടിലൻ പെർഫോമൻസുമായി തിയേറ്ററുകൾ അടക്കി ഭരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ബോക്സ് ഓഫീസ് അറിയിക്കേൻ എന്ന് ചുമ്മാതല്ല അങ്ങ് പോസ്റ്റർ ഇട്ടിരിക്കുന്നത്, അതങ്ങ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. എന്താണ് തന്റെ സംഹാര രൂപമെന്ന് മമ്മൂക്ക മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്ന് സമ്മതിക്കുന്ന രീതിയിൽ, അവരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കുന്ന രീതിയിൽ പ്രകടിപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതെ, ടർബോ ജോസ് അങ്ങനെ തരംഗം ജോസായി മാറുകയാണ്. ഇടിമിന്നലായി തിയേറ്ററിനുള്ളിൽ, പുറത്ത് കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടെങ്കിൽ അകത്ത് ഇടിമിന്നലായി ഇടിവെട്ടുമായി ജോസേട്ടൻ അവിടെ തകർത്താടുകയാണ്. ബോക്സ് ഓഫീസിൽ ഇന്ന് എക്സ്ട്രാ ഷോകളുടെ ചാകരയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. 8 മണിക്കുള്ള കൃത്യം റിപ്പോർട്ടുകൾ പ്രകാരം എത്രയാണ് ബോക്സ് ഓഫീസിൽ കണക്കുകൾ പ്രകാരം വരിക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ബോക്സ് ഓഫീസിൽ ഇതുവരെ ട്രാക്ക് അനലിസ്റ്റുകളുടെ എല്ലാ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കിയത് പ്രകാരം 5 കോടിക്ക് മുകളിൽ ചിത്രത്തിന്റെ കളക്ഷൻ 8 മണി വരെ ബോക്സ് ഓഫീസിൽ നിന്ന്, കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ലഭിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ടോട്ടൽ ഓൾ വേൾഡ് വൈഡ് എന്നുള്ള കണക്കല്ല, ഇന്ത്യ, ഓൾ ഇന്ത്യ, അതുപോലെ തന്നെ ഓൾ കേരള ലെവൽ ഒന്നിച്ചു കൂട്ടി നോക്കുമ്പോൾ 5 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ കളക്ഷൻ സ്റ്റാറ്റസ് ഇതുവരെ. ഇനിയും ഷോകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രി 12 മണി വരെയുള്ള ഷോകളുടെ എല്ലാ കണക്കുകളും നാളെയേ പുറത്തു വരൂ. എന്റെ കണക്കുകൂട്ടൽ പ്രകാരം ചിത്രം ഒരു 10 കോടി ഷുവർ ബെറ്റായിട്ട് ഈ കേരളത്തിൽ നിന്നും ഇന്ത്യ ഒട്ടാകെ നിന്നും കളക്ഷൻ നേടിയെടുക്കുന്ന ചിത്രമായി, ആദ്യ മമ്മൂട്ടി ചിത്രമായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇതുപോലെ തന്നെ ഇതിനേക്കാൾ കുറച്ച് കൂടുതലേ ഔട്ട് ഓഫ് ഇന്ത്യ, അതായത് GCC രാജ്യങ്ങളിൽ നിന്ന് മാത്രം തന്നെ കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും. മാത്രമല്ല 70-ലധികം രാജ്യങ്ങളിൽ, 69 രാജ്യങ്ങളോടടുത്ത് ചിത്രം പല സെന്ററുകളിലായി കളക്ഷൻ കൂടുവാൻ സാധ്യതയുള്ള ഒരുപാട് സെന്ററുകൾ ഓൾ വേൾഡ് ലെവലിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കണം. അത് ഇന്നും നാളെയുമായിട്ട് പല തിയേറ്ററുകളിലും പല സെന്ററുകളിലും ഒരുപാട് ഷോകൾ ബുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ആരാധകർ ഇത് ആഘോഷിക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ്. മമ്മൂട്ടിയിൽ നിന്ന് ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് മെഗാ എന്റർടൈനർ പ്രതീക്ഷിച്ചല്ല ആളുകൾ തിയേറ്ററിലെത്തിയത്. എന്നാൽ കിട്ടിയതാകട്ടെ അവർക്ക് ബമ്പർ ലോട്ടറി അടിച്ച അവസ്ഥയും. ജോസച്ചായന്റെ കൂടെ നിന്നതിന്, കൈപിടിച്ച് ചേർത്ത് നിർത്തിയതിനും നന്ദി പറഞ്ഞുകൊണ്ട് വൈശാഖ് എത്തിയിട്ടുമുണ്ട്. വൈശാഖ് മമ്മൂട്ടി കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ടർബോയ്ക്ക് ഗംഭീര പ്രതികരണങ്ങളാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും ചില ആളുകൾ മാത്രമേ ചിത്രത്തെ മോശമായി പറയുന്നുള്ളൂ. അത് ഏതാണ് ആളുകൾ എന്നൊക്കെ നിങ്ങൾക്കറിയാം, കാരണം അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഈയിടെയായി മമ്മൂക്കയെ ഒരു വർഗീയ തീവ്രവാദ സംഘടനയുമായിട്ട് കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഘഭീകരരാണ് ഇതിന് പുറകിൽ. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പൊതുജനം ചിത്രത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലെങ്കിലും സംഘികൾ എതിർക്കാൻ ശ്രമിക്കുന്നതിനെ ചേർത്ത് പിടിച്ചിട്ടാണ് മലയാളിക്ക് ശീലം. അങ്ങനെ മലയാളി തന്റെ ശീലം വീണ്ടും വീണ്ടും തെളിയിച്ചപ്പോൾ മമ്മൂട്ടിയുടെ കിടിലൻ എന്റർടൈനർ, അങ്ങനെ ഒരു ശരാശരി ലെവലിലേക്ക് പോവും എന്ന് കരുതിയിരുന്ന ചിത്രത്തിന്റെ മേക്കിംഗ് കൊണ്ടും അതുപോലെ ആളുകളുടെ ജനസ്വീകാര്യത കൊണ്ടും കിടിലൻ പെർഫോമൻസുമായി മമ്മൂക്ക അഴിഞ്ഞാടിയപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, മമ്മൂക്ക ശരിക്ക് തുടങ്ങിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ പോലും ചെയ്യാത്തത്ര കിടിലൻ ആക്ഷൻ രംഗങ്ങൾ ശരീരം അനക്കിക്കൊണ്ട് ഈ 73 വയസ്സിനോട് അടുത്ത് നിൽക്കുമ്പോൾ, 72 അല്ല 73 അടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. സെപ്റ്റംബറിൽ അദ്ദേഹത്തിന് 73 പ്രായം. ഈ 73 അടുത്ത് നിൽക്കുന്ന ഈ പടുവൃദ്ധൻ എന്ന് പലരും പറയുന്ന പ്രായമാണെന്ന് ഓർക്കണം. അപ്പോൾ ഈ പ്രായത്തിൽ നിൽക്കുന്ന ഈ യുവാവ് എന്ന് പറയേണ്ടി വരും. അത്രത്തോളം കിടിലൻ പെർഫോമൻസുമായിട്ടാണ് മമ്മൂക്ക തകർത്താടിയത്. ചിത്രത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച പ്രേക്ഷകരെ തന്നെയാണ് ഇവിടെ കൈയടിച്ച് വിളിക്കേണ്ടത്. കാരണം മാസ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ, അതുപോലെ തന്നെ ക്ലാസ് സിനിമകളും. ഏത് ടൈപ്പ് സിനിമകളും ഒരുപോലെ സ്വീകരിക്കുന്ന മലയാള പ്രേക്ഷകർക്ക് അത് നല്ല രീതിയിൽ ക്വാളിറ്റി ഔട്ട്പുട്ടായിട്ട് നൽകുകയാണെങ്കിൽ, ഒരു ആവറേജ് എങ്കിലും ഉണ്ടെങ്കിൽ ചിത്രം ആളുകൾ ഏറ്റെടുക്കുമെന്നതിന്റെ തെളിവ് തന്നെയാണ് എബോവ് ആവറേജിലേക്ക് നിൽക്കുന്ന ഈ ഇടിയോടിടിയുമായി എത്തിയിരിക്കുന്ന മമ്മൂട്ടിയുടെ ടർബോ ജോസച്ചായന്റെ നാളുകളാണ് ഇനി തിയേറ്ററിൽ വരാനിരിക്കുന്നത്. നമുക്കറിയാം, അടുത്ത ദിവസം കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഒരുപക്ഷെ
നമ്മുടെ മമ്മൂട്ടി കമ്പനി തന്നെ പുറത്തുവിട്ടേക്കാം. ഒരു കാര്യം ഉറപ്പിക്കാം, നാളെ ഈ സമയമാവുന്നതിന് മുമ്പ് 30 കോടിക്കും 25 കോടിക്കും ഇടയിൽ ഒരു എമൗണ്ട് ചിത്രത്തിന് കളക്ഷൻ വന്നിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഓൾ വേൾഡ് ലെവലിൽ നാളെ ഈ നേരം ആവുന്നതിന് മുമ്പ് 25-നും 30-നും ഇടയിൽ ഒരു സംഖ്യ ചിത്രത്തിന് ടോട്ടൽ കളക്ഷൻ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അതെന്തായാലും നമുക്ക് നാളെ അറിയേണ്ട വസ്തുതയാണ്. ഒരു കാര്യം ഉറപ്പിക്കാം, ഇന്നത്തെ ദിവസം 10-നും 15-നും ഇടയിലുള്ള കളക്ഷൻ, ടോട്ടൽ കളക്ഷൻ ചിത്രത്തിന് വന്നു ചേരുക തന്നെ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.